വർദ്ധിപ്പിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇത് സ്വർഗത്തിന്റെ താക്കോലാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടെ പറയണം. ഇതിൽ ആരെയൊക്കെ ചോദിച്ചിരുന്നു, കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോഴും ചോദിച്ചു, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫീഹിന്ന ഖാസിറാത്തുത് തർഫി അല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല തരുണീ മണികളായ പെണ്ണുങ്ങളെ ഹൂറും മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം എന്ന് പറഞ്ഞ പോലെ തന്നെ അല്ലാഹു തആല ഫീഹിന്ന ഖാസിറാത്തുത് തർഫി ലം യത്മിസുഹുന്ന ഇൻസുൻ വലാ ജാൻ. നമ്മളതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് മുമ്പൊരിക്കൽ. എന്തേ സ്വർഗത്തെ പറ്റി പറയുമ്പോഴൊക്കെ അല്ലാഹു തആല ഹൂറുൽ ലീനുകൾ അവിടെ ഉണ്ട് എന്ന പരാമർശം അല്ലാഹു ധാരാളമായി പറയുന്നുണ്ട്. എന്തേ ഇപ്പൊ പെണ്ണുങ്ങൾക്ക് പറ്റി ഒന്നും പറയാത്തത്? പെണ്ണുങ്ങൾക്ക് അവിടെ ഒന്നുമില്ലേ? അവർക്ക് ഭർത്താക്കന്മാരില്ലേ? എന്നൊക്കെയുള്ള സ്വാഭാവികമായ സംശയങ്ങൾ വരാറുണ്ട്. നമ്മളതിന് മറുപടി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ നമ്മൾ പറയാമെന്ന് വെച്ചിരുന്നു ഈ സൂറത്തിന്റെ ഭാഗം വരുമ്പോ. അപ്പോ ഒന്ന്, ഇത്തരം വിഷയങ്ങൾ മനുഷ്യൻ ആലോചിച്ച് പ്രയാസപ്പെടരുത്. പെണ്ണുങ്ങൾ വർഷം എനിക്ക് അവിടെ ചെന്നാൽ പുതിയാപ്പിള വേറെ കിട്ടുമോ, എന്തായിരിക്കും എന്റെ അവസ്ഥ, അങ്ങനെ പെണ്ണുങ്ങൾക്ക് ഇത്തരം സംശയങ്ങൾ പെണ്ണുങ്ങൾ ചോദിക്കാറില്ല എന്ന ഏറ്റവും വലിയ അത്ഭുതം. ആണുങ്ങളാണ് ചിന്തിക്കുന്നത്. പെണ്ണുങ്ങൾ അങ്ങനെ ചിന്തയൊന്നുമില്ല. നമ്മൾ ആലോചിക്കുക എന്താ നമ്മക്ക് പോരില്ല, അപ്പം കോൽക്കോ ഓലത്ത് ഓലറിഞ്ഞാ പോരെ, എന്തിനാ അവരുടെ വിസ്തരിക്കണത്? അല്ലാഹു തആല പറയുന്നു, നോക്കൂ, ലാ യമസ്സുഹും ഫീഹാ നസബുൻ വമാ ഹും മിൻഹാ ബിമുഖറജീൻ. സ്വർഗ്ഗത്തിൽ കടന്നാൽ പിന്നെ യാതൊരു ക്ഷീണവും അവർക്ക് ഏൽക്കുന്നതല്ല. വമാ ഹും മിൻഹാ ബിമുഖറജീൻ, അവിടെ നിന്ന് ഒരിക്കലും അവർ പുറത്താക്കപ്പെടുകയും ഇല്ല. എവിടെയാണെങ്കിൽ ജോലി കിട്ടിയാൽ കിട്ടിയതിനേക്കാൾ സ്പീഡ് ജോലി പോയി വരും അല്ലെ. മിൻഹാ മുഖറജീൻ, മനുഷ്യൻ പുറത്തേക്ക് ആക്കപ്പെടുക എന്നത് വലിയൊരു പ്രയാസമാണ്. സ്വർഗത്തിൽ അത് ഉണ്ടാവില്ല. പിന്നെ സുഖറുഫിൽ അല്ലാഹു 71-ാമത്തെ ആയത്ത്, വഫീഹാ മാ തഷ്തഹീഹിൽ അൻഫുസു, ശരീരങ്ങൾ എന്തെല്ലാം കൊതിക്കുന്നോ അതെല്ലാം അവിടെയുണ്ട്. വതലദ്ദുൽ അഅ്യുനു, കണ്ണുകൾക്ക് ആനന്ദം ലഭിക്കുന്നതെല്ലാം അവിടെയുണ്ട്. വഅൻതും ഫീഹാ ഖാലിദൂൻ, നിങ്ങൾ അതിൽ എന്നെന്നും ശാശ്വതരായി വസിക്കുന്നവരാണ്. ഈ ആയത്താണ് പെണ്ണുങ്ങൾക്ക് എന്തുണ്ട് എന്തില്ല എന്ന് മനസ്സിലാക്കി തരുന്നത്. ഫീഹാ വഫീഹാ മാ തഷ്തഹീഹിൽ അൻഫുസു, ശരീരങ്ങൾ, ആണു പെണ്ണെന്ന് പറഞ്ഞോ ഇല്ല, ശരീരങ്ങൾ, നഫ്സുകൾ, ആണിന്റേതും പെണ്ണിന്റേതും എന്തെല്ലാം കൊതിക്കുന്നുവോ അതെല്ലാം അവിടെയുണ്ട്. മനുഷ്യന്റെ ഏറ്റവും വലിയ ആനന്ദം കണ്ണുകൊണ്ട് കാണലാണല്ലോ. ഒരു പുരണ്ടാക്കി വിചാരിക്കുക, ആ പുരയിലെ വലിയ സന്തോഷം എന്താ? പുരന്റെ പെയിന്റ്, പുരന്റെ ഡിസൈൻ, പുരന്റെ ഇത് മനുഷ്യൻ കാണുമ്പോഴുള്ള സന്തോഷം. ഏറ്റവും വലിയ നിഅമത്തല്ലേ നമ്മുടെ ഐനുൽ ബാസിറ, കാണാൻ കഴിയുന്ന കണ്ണ്. എല്ലാം എന്തല്ലേ നമ്മൾ കാണും. ഏറ്റവും നമ്മൾ വായിലൂടെ രുചിക്കുന്നതിനേക്കാളോ ശരീരം കൊണ്ട് അനുഭവിക്കുന്നതിനേക്കാളോ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ആനന്ദം എന്താ? കണ്ണുകൊണ്ടാണ് ആനന്ദിക്കുന്നത്. കാണലോ പോകലോ ഒരു ഭക്ഷണം പോലും നോക്കുമ്പോഴുള്ള ആനന്ദം തിന്നിനേക്കാളും വലിയ രസമായിരിക്കും. ചിലപ്പോ തിന്നോക്കുമ്പോ ഞാൻ വിചാരിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു, എന്താ വിചാരിച്ചത്, നോക്കിയപ്പോ നല്ല രസം തോന്നി. ആണിനും പെണ്ണിനും അല്ലാഹു തആല എന്തെല്ലാം അവർ കൊതിക്കുന്നുവോ അതെല്ലാം അവിടെ നൽകുമെന്ന് പറഞ്ഞു. അത്രേ പറയാൻ പറ്റൂ. ആണിന് പെണ്ണിന് ആണുണ്ട് എന്ന് ഖുർആൻ പറയൂല, നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് അറബ് സംസ്കാരത്തിലും ഇസ്ലാമിന്റെ സംസ്കാരത്തിലും വളരെ മോശമായ ഒരു പ്രയോഗമാണ്. അവിടെ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുണ്ട് എന്ന് പറയുന്നത് അത് ഇസ്ലാം പറയൂല. ഖുർആൻ ആ വാക്ക് പ്രയോഗിക്കൂല. അള്ളാഹുവിന്റെ വചനത്തിൽ ഇത് കാണൂല. അതൊക്കെ അള്ളാഹു ചുരുക്കി ഒറ്റ വാക്കിലങ്ങ് കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തെല്ലാം ശരീരങ്ങൾ ആഗ്രഹിക്കുന്നുവോ ഇതൊക്കെ അവിടെ ഉണ്ട്. നമ്മളെ പടച്ചോന് അവർക്ക് ഇനി വേറെ കുറച്ച് പുതിയാപ്പിളാരെ പടക്കാൻ വല്ല കുഴപ്പമുണ്ടോ? സുബ്ഹാനല്ലാഹ്, അതങ്ങ് മനസ്സിലാക്കിയ വിഷയം തീർന്നു. പിന്നെ ഒന്ന്, മറ്റൊരാശയം, ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ, അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ എന്താണോ അതിനെപ്പറ്റി അങ്ങോട്ട് ചോദ്യമല്ല. ലാ യുസ്അലു അമ്മാ യഫ്അൽ, അല്ലാഹു ചെയ്യുന്നതിനെ കുറിച്ച് ഇനി അല്ലാഹുടെ കൊടുത്തില്ല എന്ന് വിചാരിക്കുക.
ആണിന് ഒരു സൗകര്യമോ പെണ്ണിന് മറ്റൊന്നോ അള്ളാഹ് കൊടുത്തില്ല എന്ന് വിചാരിച്ചാൽ പോലും അതിനെപ്പറ്റി അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റൂല. അള്ളാഹുവിനോട് അവൻ ചെയ്യുന്ന കർമ്മങ്ങളെ സംബന്ധിച്ച് ചോദിക്കപ്പെടില്ല. വഹും യുസ്അലൂൻ, മനുഷ്യർ ജിന്നുകൾ ചോദിക്കപ്പെടുന്നവരാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഒരു പെണ്ണുമായി ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുകയോ അവളുമായി ജീവിക്കുകയോ ചെയ്യാൻ ഒരു പുരുഷൻ ആഗ്രഹിക്കുന്ന പോലെയുള്ള ആഗ്രഹം ഒരു പെണ്ണിന് പുരുഷന്റെ കൂടെ ജീവിക്കാൻ ഇല്ല എന്നതാണ് വാസ്തവം. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മാ തറക്തു ബഅദി ഫിത്നതൻ അദറ അല റിജാലി മിനൻ നിസാ. പെണ്ണുങ്ങളെക്കാളും ഗുരുതരമായ ഒരു ആപത്ത്, ഒരു വിപത്ത് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്റെ കാലശേഷം വേറെ ഇല്ല. ആണുങ്ങൾക്ക് വരാൻ പോകുന്ന വിപത്ത് പെണ്ണുങ്ങളെ ചൊല്ലിയുള്ള വിഷയങ്ങളായിരിക്കും. സുബ്ഹാനല്ലാഹ്. ഒരു പെണ്ണിനെ കാണുമ്പോഴോ അവളുമായി സംസാരിക്കുമ്പോഴോ അവളുമായി ഇടപഴകുമ്പോഴോ ഒരു പുരുഷന്റെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അവന്റെ ബ്രെയിനിൽ നടക്കുന്ന ചിന്തകൾ, വൈകാരികമായ ഈ ചിന്തകളൊന്നും ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഓപ്പോസിറ്റ് ജെൻഡറിനോട് തോന്നുന്നില്ല എന്നതാണ്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഫശൗഖുഹാ ഇല സീന, പെണ്ണിന് വേണ്ടത് നല്ല വസ്ത്രം, മിനൽ ലിബാസ് വൽ ഹുലി, നല്ല ആഭരണങ്ങൾ. അതുകൊണ്ടല്ലേ ഇപ്പൊ ജ്വല്ലറികളൊക്കെ പിടിച്ചിരിക്കുന്നത്, നല്ല ആഭരണങ്ങൾ. ഇതൊക്കെയാണ് അവർക്ക് വലിയ കാര്യങ്ങൾ. ഡിഗ്രി കഴിയാൻ നിൽക്കുന്ന ഒരു മകനോട് അല്ലെങ്കിൽ ഡിഗ്രി കഴിയാൻ നിൽക്കുന്ന ഒരു മോളോട് ഒരു വാപ്പക്ക് അവർക്കൊരു നീ പഠിച്ച് ഉഷാറായി പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ ആണിനോട് പറയാം, മോനെ നമ്മുടെ മറ്റേ ഫാമിലിയിൽ ആ കുട്ടിയെ ഞാൻ നിനക്ക് കല്യാണം കഴിച്ചു തരാം, അവനത് മതി. പെണ്ണിനോട് പറയാം, മോളെ നീ ഉഷാറായിട്ട് പഠിച്ചാൽ മറ്റേ ചെറുക്കനെ കൊണ്ട് നിന്നെ കല്യാണമാക്കി തരാം. അത് അവൾക്ക് അത്ര എന്റർടൈൻ ചെയ്യണമെന്നില്ല. ഞാൻ ഉസ്താദ് നിങ്ങൾക്ക് നാട്ടിലത്തെ കഥ അറിയാത്തതുകൊണ്ടാണ്. അല്ല, മനുഷ്യന്മാരുടെ സ്വാഭാവികമായ ചിന്തയെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. സ്വാഭാവികതയിൽ മോൾ അങ്ങനെ പാസ്സാവുകയാണെങ്കിൽ മോളിന് ഡയമണ്ടിന്റെ ഒരു നെക്ലേസ് ഞാൻ വാങ്ങിത്തരാം. മതി വാപ്പ, ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു. കുട്ടിക്ക് അതേ വേണ്ടു, ഒരു ആഭരണം, അല്ലെങ്കിൽ അവർക്ക് സീനത്ത്, അത് വസ്ത്രമാണെങ്കിലും മറ്റ് അലങ്കാരങ്ങളാണെങ്കിലും. ഇതാണ് പെണ്ണുങ്ങൾ ചിന്തിക്കുന്നത്. ആണുങ്ങൾ ചിന്തിക്കുന്നത് വേറെ രീതിയിലാണ്. എന്ന് ശുദ്ധ ഖുർആൻ പറഞ്ഞു നോക്കൂ. ഇതിന്റെയൊക്കെ പേരിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പെണ്ണിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ ആഭരണങ്ങളോടുള്ള ഭ്രമമുണ്ട്. ഖുർആൻ അതുകൊണ്ടാണ് സ്വർഗത്തിലെ ആഭരണങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പറഞ്ഞത്. അത് ആണുങ്ങൾക്കോ പെണ്ണുങ്ങൾക്കോ എന്ന് പറഞ്ഞില്ല. ആഭരണങ്ങൾ അവിടെ ഉണ്ട്, സുഖുർഫുകൾ അവിടെ ഉണ്ട്, പട്ടും പരവതാനികളും എല്ലാം വിവരിച്ചു. ഇതൊക്കെ നമ്മുടെ ഹ്യൂമൻ കൺസെപ്ഷൻ, നമ്മൾ എന്ത് വിചാരിക്കുന്നുവോ അതിന്റെ അപ്പുറത്താണ് അള്ളാഹുവിന്റെ സ്വർഗലോകം, അല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് പെണ്ണിന് നൽകപ്പെടാൻ പോകുന്നത് എന്താണെന്ന് അള്ളാഹുവിന്റെ വചനങ്ങളിൽ പറഞ്ഞില്ല, പക്ഷേ പറഞ്ഞു. രണ്ട് രീതി നമ്മൾ മനസ്സിലാക്കുക. മഹാന്മാരായ ആധുനികരായ പണ്ഡിതന്മാർ അവരൊക്കെ അസ്സൗജാതു ലിൽ അസ്വാജ്, ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങൾക്ക് ഭാര്യമാരായ ഹൂറുൽ ഈനുകളുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞതിന്റെ മറ്റൊരു സ്വരം പുരുഷനാണ് അത്വാലിബ്. പെണ്ണ് കെട്ടണം എന്ന് ചിന്തിച്ച് അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലുന്ന ആള് പുരുഷനാണ്. ദുനിയാവിൽ അങ്ങനല്ലേ? കല്യാണം